മാതാ അമൃതാനന്ദമയി 10 വയസ്സ് 15 വയസ്സ് 16 വയസ്സ് ലെവലില് ഒരു പാവാടയും ബ്ലൗസും ഇട്ട് ഈ സ്വാമിയോടെ ഓരോ കാര്യങ്ങൾ പറയുന്നു. നേരിട്ട് കണ്ടിട്ടുണ്ടോ? അതായാലും പറഞ്ഞു. ഞാൻ നേരിട്ട് കണ്ടോ? അപ്പൊ ഈ സ്വാമി എന്റെ അച്ഛനോട് പറയുകയാണ്, ഇവിടെ ലോകം അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയാവും. അല്ലേ, മോഹൻലാലിനും അനുഗ്രഹം കൊടുത്തത് ഇദ്ദേഹമാണെന്ന് കേട്ടു. ക്ലീൻ ആണ്, കുളിച്ചൊക്കെ നല്ല വൃത്തിയായിട്ട് നടക്കുകയുള്ളൂ. പക്ഷെ വേഷഭൂഷാദികൾ ഈ പറഞ്ഞത് പല സമയത്തും തുണി കാണത്തില്ല. തുറന്ന പടുതിയാ സ്വാമി അവിടെ ആ മുറിക്കകത്തൊക്കെ ഇരിക്കുന്നതല്ല, ഈ ധ്യാനം ഇരിക്കുന്നതോ. ചേട്ടൻ പക്ഷെ ഈ പലകിടയിൽ കൂടെ നോക്കിയപ്പോഴേ പുള്ളിക്ക് ഇതൊരു ഭയങ്കര പ്രകാശമായിട്ടാണ് കണ്ടത്. ഈവൻ ആദിശങ്കരന്റെ പോലും പരമ്പരയിൽ വരുന്ന ആളായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരുവായിരുന്നു. ഒരു ശരീരത്തിൽ നിന്ന് വേറെ ശരീരത്തിൽ പ്രവേശിക്കുന്നുണ്ട്, ഇതെല്ലാം സംഭവിക്കാം. പരകായ പ്രവേശം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അതിപ്പോൾ ഇന്ന് സയന്റിഫിക്കലി അത് പ്രൂവ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടം. ഈ മീഡിയാസ് ഇല്ലാത്ത കാലത്ത് ഇത്രയും സ്ഥലങ്ങളിൽ ഈ മനുഷ്യൻ എങ്ങനെ അറിയപ്പെട്ടു, കാൽനടയായിട്ട് മാത്രം പോകുന്ന ഒരു മനുഷ്യനെ എങ്ങനെ ഇത് ഇത്രയും സ്ഥലങ്ങളിൽ എത്തി എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം. അദ്ദേഹത്തിന് അഭയം കൊടുത്തവരും അദ്ദേഹത്തിന്റെ അനുഗ്രഹം കിട്ടിയവരും എല്ലാം നല്ല നിലയിലുള്ള ജീവിതം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു സത്യമാണ് എല്ലാ അർത്ഥത്തിലും. 800 വർഷത്തോളം ജീവിച്ച ഒരു മനുഷ്യൻ, അതും ഒരു മലയാളി, ഒരു പക്ഷേ അതിശയോക്തിയായി നമുക്ക് പലർക്കും തോന്നിയേക്കാം. ഈ അതിശയോക്തിക്ക് മുകളിൽ അതിൽ വിശ്വസിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. അത് നമുക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കാവുന്ന തലത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങളും ഒരുപാട് കഥകളും ഒരുപാട് സാഹചര്യങ്ങളുമുണ്ട്. ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗികൾ എന്ന മഹാനായ വ്യക്തിയെപ്പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമാധിയുള്ളത് മധ്യ തിരുവിതാംകൂറിലെ പത്തനംതിട്ടയ്ക്കും അടൂരിനുമൊക്കെ അടുത്തുള്ള ഓമല്ലൂരിലാണ്. ആ ഓമല്ലൂർ നിവാസികൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അദ്ദേഹവുമായി ജീവിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മളിന്ന് ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗികളെ പറ്റിയാണ് നമ്മളുടെ ഇന്നത്തെ ഈ ചാറ്റ് ഷോ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അദ്ദേഹത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് ശ്രീ രാധാകൃഷ്ണൻ നായരാണ്. നമസ്കാരം. നമസ്കാരം. ദിസ് വീഡിയോ ഈസ് പവർഡ് ബൈ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി. ഏത് വയസ്സ് വരെ ശിവപ്രഭാകര സിദ്ധയോഗികൾക്കൊപ്പം കാണാനും ജീവിക്കാനും കഴിഞ്ഞിട്ടുണ്ട്? ഒരു 10ാം ക്ലാസ് ആ സമയം വരെ നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റുള്ളൂ. 15-16 വയസ്സ് വരെയുള്ള സമയം. അദ്ദേഹത്തോട്ട് അടുപ്പം ഉണ്ടായിരുന്നു? വളരെ അടുത്ത് ഇടപെടും. കാരണം അദ്ദേഹം നമ്മുടെ വീടിനടുത്തുള്ള ഒരു നാദകുഴിയിൽ എന്ന് പറയുന്ന ഒരു ഫാമിലിയിലാണ് അദ്ദേഹം. അവിടുത്തെ ഒരു ജനാർദ്ദൻ നായർ സാറുണ്ട്, ഒരു ഗവൺമെൻറ് അധ്യാപകനായിരുന്നു. അദ്ദേഹം ഈ സ്വാമിയെ എവിടെ നിന്നോ പരിചയപ്പെട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ് വീട്ടിലേക്ക്. ആദ്യം 1954-55 ഒന്ന് വന്നിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, അന്ന് നമ്മൾ കാണുന്നില്ല അത്. അതിനുശേഷം 65 മുതൽ അദ്ദേഹം കൂടുതൽ സമയവും ഓമല്ലൂരിൽ തന്നെയാണ് ചെലവഴിച്ചത്. ആ സമയങ്ങളിലൊക്കെ അദ്ദേഹം ഈ രാവിലെ ഈ നാദകുഴിയിൽ വീട്ടിലെ ആൾക്കാരെല്ലാം പഠനത്തിനും ജോലിക്കുമായിട്ട് പുറത്തു പോയി കഴിയുമ്പോൾ എൻ്റെ വീട് അതിന് തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ ഈ സ്വാമി രാവിലെ ഒരു 9:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ട്, അവിടെ ഒരു 6:30 ഉള്ളൊരു പഴയ വീടാണ് എൻ്റെ വീട്, വളരെ പഴക്കമുള്ളൊരു വീടാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. അതിൽ വന്ന് പുള്ളി ചിലപ്പോൾ 9 മണിക്ക് ഇരുന്ന 4 മണി വരെയൊക്കെ ഒറ്റയിരിപ്പ് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ധ്യാനം. നമ്മൾ ആരുമായിട്ടും പുള്ളി അധികം കമ്മ്യൂണിക്കേഷൻ ഒട്ടും ഇല്ലാത്തൊരു, അധികം ആൾക്കാരോട് അങ്ങനെ അധികം സംസാരിക്കത്തില്ല. ഇപ്പം എന്നോട് സംസാരിക്കുമായിരുന്നു, കാരണം ഞാൻ അന്ന് വെറും പയ്യനാണ്, കൊച്ചി ചെറുക്കനാണ്. അപ്പോൾ നമ്മളടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയും. ഞാനിങ്ങനെ സ്വാമി അതെന്താ ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പം അതിന് തമാശയായിട്ടും സീരിയസ് ആയിട്ടും ഉള്ള മറുപടികൾ പുള്ളി പറയാറുണ്ട്. പക്ഷേ ഈ ശിഷ്യന്മാരായിട്ട് വരുന്നവർ സ്വാമി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെന്നും പറഞ്ഞാൽ വന്ന് നിൽക്കുന്നത്. ആ നിൽക്കുന്ന സമയത്തൊന്നും സ്വാമി അവരോട് ഒരു വാക്ക് പോലും പറയാറില്ല. അവർ വന്ന് കാലിലൊക്കെ തൊഴുതിട്ട് പോകുന്ന കാണാം. അപ്പം ഞാൻ ചോദിക്കുക, എന്താ സ്വാമി ഇതിങ്ങനെ ആൾക്കാരൊക്കെ എന്തോ സ്വാമിക്ക് എന്തോ ആണ് കഴിവ് എന്ന്. ഒന്നും ഇല്ലടാ എന്നാ ഇടയെന്നാണ് വിളിക്കുന്നത്, ഒന്നും ഇല്ലടേ എന്ന് പറയും. അങ്ങനെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികൾ ഒരു പ്രത്യേകമായിരുന്നു. കാരണം മുടി മുകളിലോട്ട് കെട്ടിവെച്ചിട്ട് നല്ല നീണ്ട ഭയങ്കര നീളമുള്ള താടി വളർത്തി ഒരു തോർത്ത് കൊണ്ടുകൊടുത്ത അദ്ദേഹം, നമ്മുടെ കുറിയാണ്ടെന്ന് പറയുന്ന ഈ സാധനം കൊടുത്താണ് അദ്ദേഹം നടക്കുന്നത്. അത് പത്തനംതിട്ട ടൗണിലായാലും എവിടെ ആയാലും പുള്ളി ആ രീതിയിലാണ് പോകുന്നത്. കോണകം കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ മേളിൽ തോർത്ത്. ഇതേ ഉള്ളൂ പുള്ളിയുടെ വേഷം ആ സമയങ്ങളിലൊക്കെ. ഈ ആളുകൾ ഈ വരുന്നതിനകത്ത് നമുക്ക് അത്ഭുതം തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ വന്ന് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞാൽ സ്വാമി ഒന്നും അങ്ങനെ കൊടുക്കാനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അങ്ങോട്ട് അവർ ഇപ്പം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന
ആള് ഈ ശിഷ്യന്മാരുടെ മുഖത്തോട്ട് പോലും നോക്കാനേ പോകത്തില്ല. അപ്പൊ അവരവിടുന്ന് പോകുന്നത് സ്വാമി ഒരു 2 പള്ളെങ്കിലും പറഞ്ഞാട്ട്, ഈ പള്ളം എന്ന് പറഞ്ഞാൽ തെറി അങ്ങനെ ഇത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാട്ട് ഞങ്ങൾ പൊക്കോട്ടെന്ന് പറയും. അപ്പൊ ഇങ്ങനെ നോക്കും. അപ്പം ഇദ്ദേഹം പ്രസാദമായിട്ട് കരുതുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഞാനന്ന് ഈ മാവിൽ നിന്ന് വീഴുന്ന ഉണ്ണിമാങ്ങ, ചെറിയ മാങ്ങ, നമ്മുടെ വീട്ടിൽ ഒരു 10-15 മൂട് നല്ല നാട്ടുമാവ്, പല സൈസ് മയിലാപ്പൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി ഇനം നല്ല മാവുകളുണ്ട്. വലിയ വൃക്ഷങ്ങളായിരുന്നു, വലിയ മാവുകൾ. അതിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഈ ഉണ്ണിമാങ്ങ എല്ലാം ശേഖരിച്ച് കൊണ്ടുവരും. അപ്പോൾ അതെൻ്റെ അമ്മ അരകല്ലിൽ വെച്ചിട്ട് അതിങ്ങനെ ഇടിക്കുമ്പോൾ ഈ മാങ്ങാട്ടി തെറിച്ചങ്ങ് പോകും. അതിനകത്ത് ചെറിയ മാങ്ങയല്ലേ, അതിനകത്ത് ഉപ്പും ഉള്ളിയും മുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 ഇലയ്ക്കകത്ത് വെച്ച് അത് പൊതിഞ്ഞൊരു വലിയ പൊതിയാക്കി വെക്കും. സ്വാമിയുടെ പ്രധാന ഭക്ഷണവും ഇതാ. ഈ ചോറിനൊന്നും ഞങ്ങളാരും കണ്ടിട്ടേ ഇല്ല. അതെ, പിന്നെ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ അന്ന് 2-3 പശുക്കളുള്ളതുകൊണ്ട് ഒരു ഗ്ലാസ് പാലൊക്കെ കാച്ചി നമ്മൾ കൊണ്ടുവച്ചു കൊടുക്കും. അത് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് എടുത്ത് കുടിക്കും, അടച്ചോടെ വെച്ച് എടുത്തിട്ട് പുള്ളി പോകുന്നതിന് മുമ്പ് എടുത്ത് കുടിക്കാറ്. ഇതാണ് വാരി പ്രസാദമായിട്ട് ആളുകൾക്ക് കൊടുക്കുന്നത്. അവരെല്ലാം അത് വളരെ ആദരവോടെ മേടിച്ച് നമ്മളോട് പറയിച്ച പേപ്പറോ വല്ലതും തന്നാട്ടെന്ന് പറഞ്ഞാൽ പൊതിഞ്ഞ് അവരവരുടെ വീടുകളിൽ കൊണ്ടുവന്ന് കാണാം. അപ്പം ഇതൊക്കെ നമുക്ക് ആ പ്രായത്തിൽ നമ്മളൊക്കെ കാണുമ്പോൾ ഈ സന്യാസോ അല്ലെ ഇതിൻ്റെ കാര്യങ്ങളും നമുക്ക് യാതൊരു ഗ്രാഹ്യവും ഇല്ല എന്താണെന്നൊക്കെ. പിന്നെ കുറച്ച് അല്പം ഒരു 10-16 വയസ്സായപ്പോഴാണ് ഇതിനകത്തൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടല്ലോ എന്ന് തോന്നാൻ കാരണം തമിഴ്നാട്ടുകാർ വരുന്നുണ്ട്, റഷ്യ എന്നുള്ള ആൾക്കാർ സായിപ്പന്മാരൊക്കെ വരുന്നുണ്ട്, കോട്ടയം ഭാഗത്തുള്ള ഒത്തിരി ക്രിസ്ത്യൻ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ അന്നവിടെ. എന്നിട്ട് അതിലൊരു പയ്യനെ അവിടെ തന്നെ താമസിപ്പിച്ച് കാതോലിക്കേറ്റ് കോളേജിൽ ഒരു ജയൻ എന്ന് പറയും, പുള്ളി മരിച്ചുപോയെന്നാ ഞാൻ ഇന്നലെ അന്വേഷിച്ച് പറഞ്ഞു. അദ്ദേഹത്തിനെ അവിടെ തന്നെ പഠിക്കാനൊക്കെ വിട്ട് ആ സ്വാമിയുടെ അടുത്തു നിന്നാണ്. കാരണം പുള്ളി തല്ലിപ്പുള്ളി അതിന് സ്വാമിയെ ഏൽപ്പിച്ചേക്കും. അപ്പം ഈ വീട്ടിൽ നിന്നായിരുന്നു പുള്ളി പത്തനംതിട്ട കാതോലിക്കേറ്റിൽ പോയി പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ മതവിഭാഗക്കാരും, മുസ്ലിംസ് വരും, ക്രിസ്ത്യൻസ് വരും, ഹിന്ദുസും ഉണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാർ അദ്ദേഹത്തെ ആരാധിച്ചിരുന്നു. പക്ഷേ ചില രോഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ഈ സ്വാമിയുടെ അടുത്ത് വന്നാൽ അവരെ ഗൗരവമായിട്ട് കാണും. സാധാരണ വരുന്നവരെക്കാട്ടിൽ എന്തെങ്കിലും വയ്യാഴിയൊക്കെ ഉള്ളവരെ അതെന്തെങ്കിലും സ്വാമി ഒന്ന് തൂത്ത് തടവി വിട്ടാട്ടെന്നൊക്കെ പറയും. അത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് മുക്തി ഉണ്ടായിട്ടുണ്ട്. അതൊരു സത്യസന്ധമായ കാര്യം. അത് പറയാൻ കാര്യം, അവിടെ തന്നെ ഒരു കൊച്ചു പെൺകുട്ടി ഈ ചിരങ്ങെന്നും ചൊറിയെന്നൊക്കെ പറയുന്ന ഒരു അസുഖം, കുട്ടിക്കാലത്ത് ഒരു വരട്ട് ചൊറി എന്നൊക്കെ പറഞ്ഞ സാധനം വരും. ഇത് വന്ന ഒരു പെൺകുട്ടിയുടെ ശരീരത്ത് അദ്ദേഹം ഈ കാലിൽ നിന്ന് ഇങ്ങനെ ഒന്ന് നക്കി സ്വാമി. അതിനുശേഷം കാലങ്ങൾ അവർ ചികിത്സിച്ചു, ഏതാണ്ട് 4-4.5 വർഷം ചികിത്സിച്ചിട്ട് ഈ സംഗതി മാറിയില്ല. പക്ഷേ ഈ സ്വാമി ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 ദിവസം കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഇളകിപ്പോയി. ആ കുട്ടിക്ക് ഈ പ്രശ്നം ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ ആളെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്, മനസ്സിലായി. അങ്ങനെയുള്ള ചില ദിവ്യമായ കാര്യങ്ങൾ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഒരു കണ്ണ് തുണി വെച്ച് അങ്ങ് മൂടിക്കെട്ടും. എന്നിട്ടാണ് പുള്ളി ഇങ്ങനെ നടക്കുക, ഒരു പച്ച തുണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് വരുമ്പം ചെയ്തു വെച്ചേക്കുന്ന പോലെ. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്ത് സ്വാമി വെച്ചിട്ട്, ഇതിന് വല്ല അസുഖമുണ്ടോ? അസുഖമൊന്നുമില്ല, ഇത് മതി എന്നാ പറഞ്ഞത്. ഈ ഒരു കണ്ണ് മതി ഇതെല്ലാം കാണാമെന്നുള്ള രീതിയിലുള്ള ആ ഒരു കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. ഓമല്ലൂര് ക്ഷേത്രക്കുളത്തിൽ ഒരു രാവിലെ ആൾക്കാർ ചെന്നപ്പോൾ സ്വാമി ഇങ്ങനെ വെള്ളത്തിൻ്റെ മേളിൽ കിടക്കുക. ചുമ്മാ നമ്മൾ പാവിരിച്ച് തറയിൽ കിടക്കുന്ന പോലെ വെള്ളത്തിന് മേളിൽ കിടക്കും. അപ്പോൾ ആൾക്കാരെല്ലാം വിചാരിച്ച് ഇദ്ദേഹം മരിച്ചു കിടക്കുമറ്റോ ആണെന്ന് വിചാരിച്ച് ജനമൊക്കെ കൂടി ഇത് കാണാൻ. പുള്ളി കുറച്ച് കഴിഞ്ഞപ്പം കൂളായിട്ട് എണ്ണീറ്റ് അത് അവിടുന്ന് കുളത്തിൽ നിന്ന് കയറിപ്പോയി. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനൊരു അധ്യാപകനായിരുന്നു. വീട്ടിൽ ഇങ്ങനെ വരുമ്പം അച്ഛന് ശിഷ്യനാവാനും ഒന്നും അച്ഛൻ അങ്ങനെ ഇത് ചെയ്തിട്ടില്ല. അച്ഛന് ജോലിക്ക് പോകും, അടൂർ പഠിപ്പിച്ചിരുന്ന ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. അപ്പം സ്വാമിയോട് ചോദിച്ചു, എന്തോ സ്വാമി ഈ ആൾക്കാരല്ല ഇങ്ങനെ സ്വാമിയെ കാണാൻ പറ്റുന്നില്ല, എന്താണ് ഇതിൻ്റെ പിന്നിലെ ഇതെന്ന് ചോദിച്ചു. അപ്പം അവർ വരുന്നു, കാണുന്നു, അത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞ്, അങ്ങനല്ല, എന്തെങ്കിലും ഒരു കാരണമില്ലാതെ എന്നെ കാണാൻ ആരും അങ്ങനെ വരുന്നില്ലല്ലോ, കുട്ടികളല്ലാതെ ആരും എന്നെ കാണാൻ പറ്റും. അപ്പം സ്വാമി ഈ ഹഠയോഗം എന്ന് പറഞ്ഞ് ഈ ഇതിനകത്തെ ഒരു ഇതുണ്ട്, ഈ ശ്വാസക്രമങ്ങൾ സെറ്റ് ചെയ്തുള്ള ഒരു പരിപാടിയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം അമിതമായി, നമ്മളുടെ സിനിമയിലൊക്കെ ഒരു പയ്യൻ്റെ ഒരു സിനിമ കണ്ടിട്ടില്ല, വലുതായിട്ട് വളരുന്നു, ആ ശരീരത്തിൻ്റെ ഒരു ഡബിൾ സൈസായിട്ട് പുള്ളി അത് അച്ഛനെ കാണിച്ചു. ഞാൻ കണ്ടില്ല, എൻ്റെ അച്ഛനെ കാണിച്ചു. എന്നിട്ട് ആ അച്ഛൻ പറയുന്നത് ഈ മോട്ടോർ സൈക്കിളിൻ്റെ സൗണ്ട് പോകുന്ന പോലാണ് ഇത് എയർ പിന്നെ ഇറക്കി വിട്ട് പുള്ളി ഇങ്ങനെ പഴയ അവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പുള്ളിയിലുണ്ട്. ഈ 40കളിൽ കടലിൽ പോയ ഒരു പറ്റം
മുക്കുവർക്ക് വലയിൽ ഇദ്ദേഹത്തെ കിട്ടുകയും ഡെഡ് ബോഡിയാണെന്ന് ഭയന്ന് ജീവനുണ്ടെന്നറിഞ്ഞ് അദ്ദേഹത്തെ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തതായിട്ടൊരു വാർത്ത ആ. വന്നു. കേട്ടറിവ് മാത്രമേ ഉള്ളൂ, എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല. ആ അങ്ങനെ വാർത്തയുടെ- ഇങ്ങനെ ഈ സംഭവം പറഞ്ഞ് അവിടെ ഞാനും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ നാട്ടിൽ പറയുന്ന കേട്ട്, ഇങ്ങനെ വലയിൽ കുടുങ്ങി സ്വാമിയെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം ഒരു സ്കൂളിലെ മൊത്തം കുട്ടികൾക്കും, കോട്ടയത്ത് ഒരു UP സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഒരു സ്ഥലത്ത് നിന്നിട്ട് ഉണ്ണിയപ്പം പിള്ളേർ കഴിക്കാൻ ഒരാളൊറ്റ ചോദിച്ചു, അയാൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ണിയപ്പം കൊടുക്കുന്ന കണ്ടപ്പം മറ്റു കുട്ടികൾ ഓടിയെടുത്തു. അവിടെ നിന്ന മൊത്തം കുട്ടികൾക്ക് അദ്ദേഹം ഇങ്ങനെ ഉണ്ണിയപ്പം കൊടുത്തു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? കുട്ടികളോട് വലിയ അടുപ്പമുണ്ടായിരുന്നു. പിള്ളേരോട് പുള്ളി സംസാരിക്കും, കൊച്ചു കുട്ടികളുമായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ ആ ബെഞ്ചിൽ അദ്ദേഹം ഇരിക്കുന്ന തൊട്ടിപ്പുറത്ത് ചെന്നിരുന്ന് ഞാനിങ്ങനെ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, എന്താണെന്നുള്ള ഒരു അറിയാനുള്ള ഇതുകൊണ്ട് ചോദിക്കും. അതൊന്നും അത്ര നമ്മൾ കുട്ടിയല്ലേ, അവൻ എന്തിനാ എത്ര അറിയുന്നതെന്നുള്ളതായിരിക്കാം. പുള്ളി ഒരു തമാശ രൂപത്തിലാണ് നമ്മൾ പറയുമ്പോൾ അതിനെ എടുക്കുന്നത്. തലയിലൊക്കെ ചുമ്മാ തൂത്ത് നമ്മളെ അങ്ങ് മാറ്റി നിർത്താം, അത്രേ ഉള്ളൂ. ഒന്നും ചോദിക്കേണ്ട, അടുത്ത് ഇടപെട്ടിട്ടുള്ള എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ട് ചോദിക്കാതെ തന്നെ പലരും പറയാറുണ്ട്. എന്താണ് അതെന്തെങ്കിലും കിട്ടുക എന്നുള്ളതല്ല. അദ്ദേഹം ഇപ്പോൾ ഓമല്ലൂർ തന്നെ ഒരു സ്വർണ്ണപ്പണി നടത്തുന്ന ഒരാളുണ്ട്. 3-4-5 പെൺകുട്ടികളും ഒരു 2 ആൺപിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. അവർ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടിലുള്ള ആളാണ്. അപ്പോൾ യാദൃശ്യമായിട്ട് ഈ സ്വാമി അവരുടെ വീട്ടിൽ ചെന്ന് അങ്ങനെയൊക്കെയുള്ള ആളുകളെ അറിഞ്ഞ് അദ്ദേഹം അവിടെ ചെല്ലുന്നു. അവിടെ ഈ ഒരു ചെറിയ പേപ്പർ പൊതി കൊണ്ട് എല്ലാം കൂടെ പൊതിഞ്ഞൊരു പൊതി കൊണ്ടുപോയി. എന്നിട്ട് പറയും, നിങ്ങളുടെ വീട്ടിൽ ഇത് സൂക്ഷിച്ചു വെക്കണം, ഞാൻ എപ്പോൾ വന്ന് ചോദിച്ചാൽ തന്നാൽ മതി. അങ്ങനെ ആ പൊതി കൊണ്ട് കൊടുത്തിട്ടുള്ള എല്ലാ വീടുകളിലും, അത് സൂക്ഷിച്ചു വെച്ച എല്ലാ വീടുകളും നല്ല നിലയിൽ വന്നു. ഇതേ പൊതി എൻ്റെ വീട്ടിലും ഈ സ്വാമി കൊണ്ടുവന്ന് എൻ്റെ അമ്മയെ ഏൽപ്പിച്ചു. ഇത് അവിടെ വെച്ചുകൊള്ളാൻ പറഞ്ഞു. അമ്മ അത് അരിപ്പെട്ടിയിലേക്ക് സൂക്ഷിച്ചു വെച്ചു. പക്ഷെ എൻ്റെ ഒരു പെങ്ങള്, പുള്ളിക്കാരിക്ക് എന്തായാലും ഒരു മനസമാധാനം നഷ്ടപ്പെട്ടു, ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ത്വര കൂടി. അവൾ കായംകുളത്ത് ഇപ്പം താമസിക്കുന്നുണ്ട് ആള്. അപ്പം ഇവളിത് എല്ലാവരും വീട്ടിൽ അച്ഛൻ സ്കൂളിൽ പോയി, അമ്മ അയ്യത്ത് ഏതോ പണി ചെയ്ത് ലാക്കിന് കയറി ഇവളിത് എടുത്ത് അഴിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഈ തമിഴ്നാട്ടിലെ കൊളുന്തില്ലേ, കൊളുന്ത് 2 കൊച്ചു മോതിരങ്ങള്, കുറച്ച് കോയിൻസ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അതിനകത്തിരിക്കുന്നേ. ഇത് ഏതാണ്ട് ഒരു 4 ആഴ്ച 1 മാസത്തോളം ആകാറായ സമയത്താണ് ഇത് ഇവള് ഓപ്പൺ ചെയ്യുന്നത്. ആ ഓപ്പൺ ചെയ്തിട്ട് അതുപോലെ തന്നെ ചടവൊന്ന് പൊതിഞ്ഞ് കെട്ടി അത് അവിടെ വെച്ചൊരു അരമണിക്കൂറിനുള്ളിൽ സ്വാമി വന്നു, വീട്ടിൽ വന്നു. ഞാൻ ആ തന്ന പൊതി ഇതാണ്. അത്ര നാൾ വന്നിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പം തന്നെ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇത് വെച്ച വീടുകളെല്ലാം ഇന്ന് വളരെ അഭിവൃദ്ധിയിലാണ്. നമുക്ക് ദോഷമൊന്നും വന്നിട്ടില്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞത്, ഈ ശിഷ്യന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാം നല്ല വെൽത്തിയാണ്. അല്ല, ഈ മാതാ അമൃതാനന്ദമയിക്ക് ഈ അനുഗ്രഹം കൊടുത്തത് പുള്ളിക്കാരനാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പറയാൻ കാരണം, ഈ മാതാ അമൃതാനന്ദമയി നേരത്തെ ഒരു പെൺകുട്ടിയുടെ പ്രായം എന്ന് പറയുമ്പോൾ ഒരു 10 വയസ്സ് 15 വയസ്സ് 16 വയസ്സ് ലെവലില് ഒരു പാവാടയും ബ്ലൗസും ഇട്ട്, ഒരു കാബിയല്ല മഞ്ഞയല്ലാത്ത ഒരു കളറുള്ള പാവാടയും ബ്ലൗസും ഇട്ടാണ് ഈ നാദവഴി ചെല്ലുന്നത് കാണാൻ വേണ്ടി. 2-3 പെണ്ണുങ്ങൾ ശിങ്കിടികളുണ്ട് കൂടെ. അവിടെ ചെന്നപ്പോൾ സ്വാമി അവിടെ ഇല്ല. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇങ്ങനെ നെടുവേലിലെ മുറ്റത്തോട്ട് നോക്കിയിട്ട് അവിടെ കാണും പുള്ളി, അവിടെ ആയിരിക്കുന്നേ കൂടുതൽ സമയം. അപ്പോൾ ഈ അമൃതാനന്ദമയി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ട് ഈ സ്വാമിയോടെ ഓരോ കാര്യങ്ങൾ പറയുന്നു. നേരിട്ട് കണ്ടിട്ടുണ്ടോ? അതായാലും പറഞ്ഞു. ഞാൻ നേരിട്ട് കണ്ടോ. ഞാനും അച്ഛനും വീട്ടിലെല്ലാവരും ഉണ്ടല്ലോ, അമ്മയും ഒക്കെ എപ്പോഴും വീട്ടിലുള്ള സമയത്താണ് ഇവർ വരുന്നത്. വന്ന് കണ്ടു, സംസാരിച്ചു. അപ്പൊ ഈ സ്വാമി എൻ്റെ അച്ഛനോട് പറയുകയാണ്. അച്ഛൻ ചോദിച്ചു, അതാരാ സ്വാമിയാ വന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇവിടെ ലോകം അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയാവും. മനസ്സിലായി? അന്ന് സ്വാമി പറയുക. അതിനുശേഷം ഒരു 7 വർഷം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ചെട്ടികുളങ്ങര അമ്പലത്തിലെ ഉത്സവം ഒന്ന് കാണാൻ വേണ്ടി പോയപ്പോൾ അന്ന് ഈ അമൃതാനന്ദമയുടെ വേഷഭൂഷാദികളൊക്കെ മാറിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഭജന നടന്നു. കുറച്ച് അന്നും ഇത്രയും ഈ രീതിയിൽ വളർന്നിട്ടില്ല. കുറച്ച് പെണ്ണുങ്ങളൊക്കെ വട്ടത്തിരുന്ന്, അന്ന് വെള്ളസാരിയായി അവരെപ്പോഴത്തേക്ക്. മനസ്സിലായില്ലേ? അവിടെ നിന്ന് ഭജന നടത്തുന്നത്. അങ്ങനെയാണ് ഞാൻ പിന്നെ കാണുന്നത്. അതിനുശേഷം പിന്നെ നമ്മുടെ പിള്ളേർ പഠിത്തമൊക്കെ അമൃതയിലായപ്പോഴാണ് പിന്നെ അമൃതാനന്ദമയുടെ ആശ്രമത്തിൻ്റെ അവിടെ ചെല്ലാനുള്ള അവസരം നമുക്ക് പിന്നെ ഉണ്ടാകുന്ന വർഷം. അപ്പോഴത്തേക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു. അവിടെ വന്ന് വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് വന്നു. അമൃതാനന്ദമയുടെ പണ്ട് നമുക്ക് ദർശനം തരുന്ന ഒരു കൊച്ചു മുറിയുണ്ട്. ആ മുറിക്കകത്ത് ഇപ്പോഴത്തെ അല്ല, ആ കൊച്ചു റൂമുണ്ടല്ലോ, ആ റൂമിൽ ഈ സ്വാമിയുടെ വലിയ ഫോട്ടോ വരും. അച്ഛാന്നാ വിളിക്കുന്നത്. ഈ സ്വാമി അച്ഛാന്നാ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞാൽ, അതുപോലെ ഈ നമ്മുടെ ഗവർണർ ജ്യോതി വെങ്കടാചലം
ഓമല്ലൂർ പഴയ പഴയ ജ്യോതി വെങ്കടാചലം ഓമല്ലൂര് ഈ വയൽ വാണിഭത്തിനുമായിട്ട് ബന്ധപ്പെട്ട് ഓമല്ലൂരെ പേര് കേട്ട ഒരു പരിപാടിയാണ്. എല്ലാ വിഭവങ്ങളും കിട്ടുന്ന ഒരു വാണിഭം നടക്കും മീനം 1 മുതൽ. ആ സമയത്ത് അവിടെ ഒരു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അവർ വന്നിരുന്നു. വന്നതിന് അടുത്ത ദിവസം ഇവർ ഈ സ്വാമിയെ കാണാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അതുപോലെ PK വാസുദേവൻ നായർ പഴയ മുഖ്യമന്ത്രി, അദ്ദേഹമൊക്കെ ഈ സ്വാമിയെ കാണാൻ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ. കരുനാഗപ്പള്ളി ഭാഗത്തുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പത്തനംതിട്ടയിലെ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ഇരിക്കുമ്പം എന്തോ ഈ രാത്രിയിൽ ഈ സ്വാമി നടന്നു വരുന്നുണ്ടപ്പോൾ അയാൾ ഈ സ്വാമിയെ അറസ്റ്റ് അന്ന് പിടിച്ചല്ലോ, അവിടെ ജയിലിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പം പുള്ളി എന്തുവാ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞു. പുള്ളി കൊണ്ട് വിളിച്ച് വെളിയിലോട്ടിരുത്തി മൂത്രം ഒഴിക്കാൻ അവിടെ ആ സ്ഥലത്ത് കാണിച്ചു കൊടുത്തു. ഈ സ്വാമി എന്ന് മൂത്രം ഒഴിക്കാൻ തുടങ്ങിയിട്ട് 1/4 മണിക്കൂറായിട്ട് ഈ പ്രോസസ്സ് തീരുന്നില്ല. സർക്കിൾ അപ്പം ആ ഇരുന്നിരിപ്പി പിടിച്ച് പൊക്കി ആളിനെ അങ്ങ്. അപ്പോഴും ഈ പരിപാടി നടന്നുകൊണ്ടേയിരിക്കുക. ആ മനുഷ്യൻ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, മോഹൻലാലിനും അനുഗ്രഹം കൊടുത്തത് ഇദ്ദേഹമാണെന്ന് കേട്ടിട്ടുണ്ട്. അത് മോഹൻലാലിന്റെ വീട് പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നല്ലോ. പത്തനംതിട്ടയിലെ കുറച്ച് വീടുകൾ അദ്ദേഹം പോകുന്ന വീടുകളായിരുന്നു. പത്തനംതിട്ടയിൽ ഒരു തുമ്പവണ്ടി ഷോപ്പ് ഹോട്ടലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഈ സ്വാമി ചെല്ലും. അവർ ഈ ചിലപ്പം പലഹാരമൊക്കെ എടുത്തു കൊടുക്കും. അത് മേടിച്ച് കൈവച്ചുകൊണ്ട് പോകും. ആർക്കെങ്കിലും കൊടുക്കുന്നത്, അദ്ദേഹം ഭക്ഷിക്കുന്നതൊന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ പത്തനംതിട്ടക്കാരായതുകൊണ്ട് ആ കണക്ഷൻ ഒത്തിരി ആളുകൾക്ക് ഇതുണ്ട്. എൻ്റെ അറിവിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഒരു ദിവസം ഇതുപോലെ തമിഴ്നാട്ടിൽ നിന്നൊരു ടീം സ്വാമിയെ കാണാൻ ഇതേപോലെ നാദുവഴി എത്തുന്നു. അവിടെ ഇല്ല. അപ്പോൾ അവരോടൊന്നും പറയും നെടുവേലിലെ തിണ്ണയ്ക്ക് കാണും എന്ന് പറഞ്ഞു. ഇവരിവിടെ വരുന്നു, തമിഴ്നാട് വന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ നമ്മുടെ വീട്ടിലെ പടിക്കൽ ഒരു ബെൻസ് വന്നു തന്നു, മേഴ്സസ് ബെൻസ്. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അപ്പം നമ്മുടെ വീട്ടിലോട്ട് ബെൻസേ വരുന്ന ആരും ഒന്നും അന്ന് നമ്മൾ കണ്ടിട്ടില്ല. ആ ലെവൽ ബെൻസൊക്കെ വളരെ കുറവായിരിക്കും. അന്ന് ഈ ഓമല്ലൂർ വയലുവാണിയത്തിന് വരുന്ന ഓച്ചറ അനിയൻസ് മെറ്റൽസിന് മാത്രമേ ഉള്ളൂ അവിടെ ബെൻസ് ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ വാണിഭത്തിന് വരുമ്പോൾ അതും കൊണ്ടാണ് വരുന്നത്. മനസ്സിലായി? ഇതുപോലെ വണ്ടി വന്ന് ഞങ്ങളെല്ലാം വളരെ ആകാംക്ഷയോടെ നോക്കിയപ്പോഴേ ഒരു 3 പേര് വെള്ളമുണ്ടൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ അവർ വന്ന് പറഞ്ഞു, ഞങ്ങൾ ഈ വീടിൻ്റെ മുറ്റത്ത് വന്നാണ് ഈ സ്വാമിയെ കാണുന്നത്. ഞങ്ങളൊരു ആശ്രമം പണിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഉദ്ഘാടനമാണ്, അതിന് വരണം അവിടെ നിന്ന്. ശങ്കരൻകോവില്ല സംഭവം, മനസ്സിലായി? ഞങ്ങൾക്ക് പക്ഷേ അവിടുന്ന് അങ്ങനെ പോകാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും ആരും പോയി ഒന്നുമില്ല. പക്ഷെ അന്ന് അവരൊരു മാഗസിൻ എനിക്ക് കൊണ്ട് തന്നായിരുന്നു, ഒരു ഇച്ചിരി വലിയതായിട്ട് സ്വാമിയെക്കുറിച്ചുള്ള. അപ്പോൾ അതിൻ്റെ പരമ്പരയിൽ ഇപ്പം പഴനി സിദ്ധൻ എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടെന്നാണ് പറയുന്നത്. സ്വാമിയുടെ പരകായ പ്രവേശത്തിൽ വരുന്നതാണെന്നാണല്ലോ വിശ്വാസം. ശരീരം മാറിയിട്ട് ആത്മാവ് ഇങ്ങനെ മറ്റൊരാളിലായിട്ട് വന്നാണല്ലോ ഈ സ്വാമി ഇങ്ങനെ ആകുന്നത്. ഈ പ്രായം ഈ 750 എന്ന് പറഞ്ഞ ഒരേ ബോഡിയിലല്ല ഇത് നടക്കുന്നത്, മനസ്സിലായില്ലേ? പക്ഷേ ഈ നേച്ചറുകളെല്ലാം സംസാര രീതി വരെ ആ രീതിയിലാകും. ഏതാണ്ട് ആ സ്വാമിയെ കാഴ്ചയിലും ആ ഫോട്ടോ ഞാൻ കണ്ടിട്ടുള്ളൂ. പഴനി സിദ്ധൻ അദ്ദേഹത്തിൻ്റെ ആണോ? പിന്നെ ഇദ്ദേഹം സമാധി ആയതിനു ശേഷം ഏകദേശം 20 വർഷത്തിന് ശേഷം വീണ്ടും സമാധിയായപ്പം പത്രത്തിൽ പടം കൊടുത്തപ്പം ഇത് പ്രഭാകര സിദ്ധികളുടെ പടമാണ് എന്ന് ക്ലെയിം ചെയ്ത് അങ്ങനെ എന്തോ ഒരു കഥ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഈ ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു സാറ്, ഇപ്പൊ അദ്ദേഹത്തിൽ ഈ സ്വാമിയുടെ പ്രസൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ജനമൊക്കെ അദ്ദേഹത്തെ കാണാനൊക്കെ പോകുന്നുണ്ട്. ഈ സ്വാമിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട്. ഈ മനുഷ്യൻ വന്നിരുന്ന ഒരു നല്ല മണമാണ്. അത് ഈ കൊളുന്തിൻ്റെ അങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷൻ സ്മെല്ലാണ്. അത് നമുക്കൊരു പ്രത്യേക സുഖം. പുള്ളി വന്നിട്ട് ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ള നമുക്ക് തിറ്റത്തി ചെല്ലുമ്പോഴേ അറിയാം. അങ്ങനത്തെ ഒരു മണം ഈ മനുഷ്യനുണ്ട്. അതേ മണമാണെന്നാ ഈ പറഞ്ഞ ശിഷ്യനും. പുള്ളി നല്ല രീതിയിൽ ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പം അങ്ങനെ നാട്ടുകാർക്കെല്ലാം അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ചിലരുടെയൊക്കെ അടുത്ത് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ അത് നല്ല രീതിയിലുള്ളതായതുകൊണ്ടാണല്ലോ ഇത്രയും ആൾക്കാർ അതിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ സ്വാമി ആ റെസ്പെക്റ്റിൽ കാണുന്നത് എന്നുള്ളത്. ഈ മരിച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു ഇത്ര വലിയ മഹാനായിരുന്നു ഈ മനുഷ്യന് ജനം മനസ്സിലാക്കുന്നു. മനസ്സിലായി? ഈ ആശ്രമമൊക്കെ ഇരിക്കുന്നത് അപ്പം എപ്പോൾ എവിടെയാണ്? ആശ്രമം ഇരിക്കുന്ന ഈ നാദുവഴിയിലെ ഈ ജനാർദ്ദൻ നായർ സാറിൻ്റെ അവിടെ ഒരു പുലിപ്പാറ മലയുണ്ട്. അവരുടെ ഈ പുലിപ്പാറ ശരിക്കും പഞ്ചായത്തിൻ്റെ ആണല്ലോ പാറ. അതിൻ്റെ താഴ്വശം എല്ലാം ഇവരുടെ സ്ഥലങ്ങളായി. നാദുവഴിക്കാരുടെ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ജനാർദ്ദൻ നായർ സാർ അദ്ദേഹത്തിന് ആശ്രമത്തിന് വേണ്ടി കൊടുത്തേക്കുന്നത്. അവരുടെ കുടുംബം കൊടുത്തതാണ്. അവിടെ തന്നെയാണ് ഈ ജനാർദ്ദൻ ചേട്ടൻ വീട് വെച്ച് താമസിച്ചപ്പോൾ ആ വീട്ടിലായിരുന്നു ഈ സ്വാമി കൂടുതൽ. പിന്നെ ഈ നാദവഴി കുടുംബത്തിൽ നിന്ന് ഈ പുതിയ വീട്ടിലേക്ക് സ്വാമിയും ജനാർദ്ദൻ സാറിൻ്റെ കൂടെ അങ്ങോട്ട് മാറി
അവിടുന്ന് അവിടെ വെച്ചാണ് ഈ സമാധി. ആ വീട് അതിന് തൊട്ടിപ്പുറത്തായിട്ട്, ആശ്രമത്തിൽ തൊട്ടിപ്പുറത്തായിട്ട് ആ സമാധിയായ മുറിയൊക്കെ ഇപ്പോഴും അവിടെ അടച്ചിട്ടിട്ടുണ്ട്. അവിടെ തന്നെ റഷ്യക്കാർ വന്ന് സ്ഥലം വാങ്ങി താമസിക്കും. അവർ സൂപ്പർ ബിൽഡിങ്ങാണ് ചെയ്തേക്കുന്നത്. റഷ്യക്കാർ ഇപ്പോൾ ചെയ്തേക്കുന്ന നല്ല അടിപൊളി ബിൽഡിംഗ് ആണ് അവിടെ. അല്ല, ഈ സ്വാമിക്ക് റഷ്യയിലും സമാധി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയില്ല എനിക്ക്. അറിയില്ല. പക്ഷേ അന്യ സംസ്ഥാനക്കാരും അന്യ രാജ്യക്കാരും അദ്ദേഹത്തിനെ കാണാൻ വരുമായിരുന്നു. തമിഴ്നാട്ടിലും ഉണ്ടെന്ന് ഈ ഇന്നത്തെ പോലെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത് പ്രചാരത്തിലുള്ള ഒരു കാലമായിരുന്നെങ്കിൽ ഒരു പക്ഷേ അമൃതാനന്ദമയോ സത്യസായിയോ അതിനൊക്കെ മേളിലേക്ക് ഇദ്ദേഹം, അന്ന് ഈ മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷനിലല്ലേ ആളുകൾ ഇത് അറിയുന്നുള്ളൂ, മനസ്സിലായില്ലേ? അങ്ങനെ എന്നിട്ട് പോലും ഇത്രയും ഇപ്പം സ്വാമിയുടെ പിറന്നാൾ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് ഒരു 10-20 ബസ്സാണ് വരുന്നത് ആൾക്കാർ വന്നിട്ട്. അവിടെ വന്നിട്ട് ഈ പിറന്നാൾ ദിവസം കഞ്ഞി വീഴ്ത്തെന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. കഞ്ഞി വെച്ചിട്ട് കറികൾ, അതിനുള്ള എല്ലാ സാധനവും അവർ അവിടുന്ന് കൊണ്ടുവരും. അല്ല ഓമല്ലു വന്ന് മേടിക്കുന്നതല്ല. ഈ ആശ്രമ പരിസരത്ത് വന്നിട്ട് ഇവർ കഞ്ഞി വെച്ച് നാട്ടുകാർക്കും കൊടുക്കും, അവരും കഴിക്കും. ഭക്തിയോടെ അവിടെയൊക്കെ ഇരിക്കും. പിന്നെ ആൾക്കാർ ചുമ്മാ പരിചയമില്ലാത്ത ഏതൊക്കെയോ സ്വാമിമാർ അവിടെ വന്ന് ചുമ്മാ ഇങ്ങനെ ആശ്രമറ്റത്ത് ഇങ്ങനെ കണ്ണുമൊക്കെ അടച്ചിരിക്കുന്ന നമുക്ക് കാണാം, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഒരു ഈ തമിഴ്നാട്ടുകാർക്ക് ഇത് ഭയങ്കര വിശ്വാസമാണ്. അവിടെ അവർ വരുന്ന അത്ര ഇതായിട്ട് ആ ആശ്രമത്തിലെ പരിസരമൊക്കെ അവർ വന്ന് പോച്ചയൊക്കെ പറിച്ച് കാടെല്ലാം വൃത്തിയാക്കുന്ന എല്ലാം അവരാണ്, മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഓമല്ലുകാർക്ക് ഇതിൻ്റെ വലിയ വൈഭവത്തെക്കുറിച്ചൊക്കെ മനസ്സിലായത് ശരിക്കും അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ ജനങ്ങൾ ഇങ്ങനെ കൂടാൻ തുടങ്ങിയപ്പോഴാണ്. ഈ മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ജനപ്രവാഹമായിരുന്നു. അതുവരെ ഒരു ഭ്രാന്തനെ അന്ന് ഈ ആൾക്കാർ പറയുമല്ലോ, ഈ ചില യോഗികൾ അങ്ങനെയാണല്ലോ, ഈ നമ്മളെ ഇപ്പോഴല്ലേ നമ്മൾ ഈ അഘോരികളെ കുറിച്ചൊക്കെ അറിഞ്ഞു തുടങ്ങി. ആ ഒരു നേച്ചറാണ്. പുള്ളി ക്ലീനാണ്, കുളിച്ചൊക്കെ നല്ല വൃത്തിയായിട്ടേ നടക്കുകയുള്ളൂ. പക്ഷെ വേഷഭൂഷാദികൾ ഈ പറഞ്ഞതാണ്. ചീത്തൊക്കെ വിളിക്കുമായിരുന്നോ? ചിലരെ ശിഷ്യന്മാരെ ചീത്ത വിളിക്കും. അന്യ ആൾക്കാരോട്, ശിഷ്യരോടെ ചിലപ്പോൾ പള്ളു പറഞ്ഞാട്ട് സ്വാമി എന്നാണ് ഈ വരുന്നവർ പറയുന്നത്. എന്തെങ്കിലും തന്നാട്ട് എന്നൊക്കെ പറയുമ്പോൾ മൈൻഡ് എന്നാൽ 2 പള്ളെങ്കിലും പറഞ്ഞാട്ട് ഞങ്ങളങ്ങ് പൊക്കോട്ടെ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒന്നും ചീത്തയൊന്നും പറഞ്ഞില്ല. പക്ഷെ നാദവഴി ചെന്നവരെയൊക്കെ ശരിക്കും ചീത്ത പറഞ്ഞ് ചാടിക്കും, പുള്ളിയോ പൊടാ എന്നൊക്കെ പറഞ്ഞ് വിടുമെന്നാണ് പറഞ്ഞത്. എൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട്, അദ്ദേഹം ഡയറ്റിലെ പ്രിൻസിപ്പാളാണ്, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകൻ. പുള്ളി ഇങ്ങനെ വീട്ടിലെ ആൾക്കാർ വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ വിനോദം, വീട്ടിലായാലും വന്നവണ്ണേ നമുക്ക് നാദവഴിയിൽ സ്വാമിയുണ്ട് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ് ഇവരും വിളിച്ചോണ്ട് ഉടൻ അങ്ങോട്ട് പോകുന്ന ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ ഈ ചേട്ടനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്വാമിയുണ്ട് ചേട്ടാ. പുള്ളി ഈ സ്വാമിയെ കാണാൻ എൻ്റെ കൂടെ വന്നു. അവിടെ വന്നപ്പോൾ ഈ പത്തായവും ഭൂമുഖവും ഒക്കെ ഉള്ളൊരു താണ വീട്, ഉയരം കുറഞ്ഞ ഒരു വീടാണല്ലോ, പഴയ വീടുകളിൽ അങ്ങനെ ആണല്ലോ. അപ്പോൾ അവിടെ ഈ പലക വെച്ച് നിരയടിച്ചേക്കുക, ഈ പത്തായത്തിലോട്ട് വെള്ളം ഒന്നും തെറിച്ച് വീഴാതിരിക്കാനും ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി. ഞാൻ സ്വാമിയെ അതിനിടയിൽ കൂടെ കണ്ട് ഞാൻ ദൂണ്ട സ്വാമി അങ്ങേ ഇറങ്ങി ഇരുട്ടുള്ളൊരു ഭാഗമുണ്ട്, അവിടെ നിൽക്കുക പുള്ളി. ഈ പല സമയത്തും തുണി കാണത്തില്ല മേത്ത്, പക്ക പിറന്ന പടുതിയാ സ്വാമി അവിടെ അതിന് ആ മുറിക്കകത്തൊക്കെ ഇരിക്കുന്നതല്ല, ഈ ധ്യാനം ഇരിക്കുന്നതും ഒക്കെ. അപ്പം ചേട്ടൻ പക്ഷേ ഈ പലയൊക്കിടയിൽ കൂടെ നോക്കിയപ്പോൾ പുള്ളിക്ക് ഇതൊരു ഭയങ്കര പ്രകാശമായിട്ടാണ് കണ്ടത്. പുള്ളി ഈ വ്യക്തിയെ പുള്ളിക്ക് കാണാൻ പറ്റുന്നില്ല, 2-3 പ്രാവശ്യം ശ്രമിച്ചിട്ടും. അപ്പോൾ എന്നോട് പറയുന്നത് ഞാൻ പറഞ്ഞാണ്ട് അവിടെ ഇപ്പോൾ കാണും, പുള്ളി കാണുന്നില്ല. പുള്ളി എഴുതിയ ബുക്കിനകത്ത് പുള്ളി ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു ലൈറ്റാണ് ഞാൻ കണ്ടത്, അല്ലാതെ ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഈ അടുത്ത ആൾക്കാരോടല്ല ഇത്, മനസ്സിലായില്ലേ? ഒരു പുതുതായിട്ട് വരുന്ന ഒരാളിന് പല രീതിയിലുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. പുള്ളി ഡയറ്റിൻ്റെ പ്രിൻസിപ്പാളായിട്ടാണ് പെൻഷൻ ആ സമയത്ത് എഴുതിയ ബുക്കിനകത്ത് ഈ കാര്യം വ്യക്തമായിട്ട് പുള്ളി എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അനുഭവങ്ങൾ ആളുകൾക്ക് പറയാനുണ്ട്. ഇദ്ദേഹം ഓമല്ലൂർ സമാധിയാവുന്നത് 1986 സമാധി ഓമല്ലൂരിൽ. ഈ ചികിത്സയ്ക്കായിട്ട് ആളുകൾ വരാറുണ്ടായിരുന്നില്ലേ? ചികിത്സയ്ക്കായിട്ട് ആളുകൾ വരാറുണ്ടായിരുന്നു. കോന്നിയിൽ നിന്നുള്ള ഒരാളിനെ അന്ന് അവിടെ, അദ്ദേഹം ഹൈ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ, കാലിന് പഴുപ്പൊക്കെ ഉള്ള ഒരാൾ, പുള്ളി അവിടെ കൊണ്ടുവന്നു. പക്ഷേ പുള്ളി അവിടെ വെച്ച് മരിക്കുമായിരുന്നു. കുറേ കാലം സ്വാമി മരുന്നുമൊക്കെ ചെയ്തു, പക്ഷെ പുള്ളി മരിച്ചുപോയി. അങ്ങനെ അന്ന് ഇപ്പോൾ ഇന്നത്തെ പോലെ ആയിരുന്നു ചിലപ്പോൾ വലിയ വിഷയം ആയേനെ. ഏതായാലും അന്ന് അതൊന്നും വലിയ പ്രശ്നങ്ങളായില്ല. പുള്ളി ഹൈ ഡയബറ്റിക് ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ അവരുടെ ഫാമിലി കോന്നിയിലെ നല്ല വെൽത്തി ആൾക്കാരാണ്. നമ്മൾ പേര് പറയുന്നത് ശരിയല്ലോ ആളുകളെ കുറിച്ച്, പക്ഷെ അവർക്ക് എപ്പോഴും വളരെ സ്നേഹവും സഹകരിച്ചവരും അദ്ദേഹത്തിന് അഭയം കൊടുത്തവരും അദ്ദേഹത്തിന്റെ അനുഗ്രഹം കിട്ടിയവരും എല്ലാം നല്ല നിലയിലുള്ള ജീവിതം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു സത്യമാണ് എല്ലാ അർത്ഥത്തിലും. സമ്പത്തും അനീതി കൂടെ അല്ലാതുള്ള ശരിയായ വെൽത്തി ആളുകളായിട്ട് മാറി, നല്ല ആരോഗ്യവും ആരോഗ്യവന്മാരുമായിട്ട് എല്ലാ രീതിയിലും. അത് പിന്നെ ഈ ഓമല്ലൂർ കരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ ഈ ദുർമരണങ്ങൾ ഇല്ലാത്ത ഒരു കരയാണ്. ക്ഷേത്രത്തിന്റെ പിൻവശം എന്ന് പറഞ്ഞാൽ അവിടെ ആർക്കും ക്യാൻസർ വന്നായിട്ട് എനിക്ക് ആ ഏരിയയിൽ അറിയത്തില്ല. അമ്പലത്തിന്റെ കിഴക്കൻ കര, മനസ്സിലായില്ലേ?
അപ്പം ഈ മാരക രോഗങ്ങളോ വലിയ അപകട മരണങ്ങളൊന്നും അമ്പലത്തിൻ്റെ കിഴക്കേക്കരയിൽ എൻ്റെ ഒരു അനന്തരവനുണ്ട്. ഉം. പുള്ളി ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് തലയോട് ഇങ്ങനെ ഇളകി അങ്ങ് പോയി, ഒരടപ്പ് പോലെ പുറമോട്ട്. എൻ്റെ അമ്മേ. ഇങ്ങോട്ട് വന്നിടിച്ച പയ്യൻ സ്പോട്ടിൽ മരിച്ചു, ഒരു ഉത്രാടത്തിൻ്റെ അന്നായിരുന്നു. മനസ്സിലായി. അപ്പം എൻ്റെ വീട്ടിൽ ഈ വെച്ചാരാധനകളെല്ലാം ഉണ്ട്. ഈ ഗുരുശാല, അപ്പൂപ്പന്മാർ, യോഗീശ്വരൻ, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ ഈ ചാവൂട്ട് നടത്തിയിട്ട് ഇവൻ ഒരു സിനിമയ്ക്ക് പോയ കൂട്ടുകാരൻ്റെ കൂടെ പത്തനംതിട്ട. അപ്പോൾ കോളേജിൻ്റെ അവിടെ വെച്ചാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. പിന്നെ ആരോ ഒരു KSRTC തിരുവനന്തപുരം ബസ് രാത്രി 9 മണിക്കോ 8:30 വന്ന ഫാസ്റ്റുകാരാണ് ഇവനെ എടുത്ത് ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. വണ്ടി നിർത്തി അവരാ ഡ്രൈവറുടെ മനസ്സുകൊണ്ട് എത്തിച്ച്. അപ്പോൾ നമ്മൾ വിവരം അറിഞ്ഞു. ഞാനപ്പോൾ കോന്നിയില താമസിക്കുന്നത്. അപ്പം ഞാൻ ചെന്നു, അവിടുന്ന് പുഷ്പഗിരി കൊണ്ടുപോയി. ഈ സ്പോട്ടിൽ 4 പേരുണ്ട്. 4 പേർക്കും നല്ല പ്രശ്നങ്ങളായിരുന്നു. ഒരാൾ അപ്പോഴേ സ്പോട്ടിൽ മരിച്ചു. മുഖത്തോട് മുഖം ഇടിച്ച് ഇവര് ഫേസ് ടു ഫേസ് വന്ന് ബൈക്ക്, മറ്റാളുടെ മുഖം ഇവന്റെ മുഖത്തിടിച്ച്. എന്നിട്ട് പോലും ഇവൻ രക്ഷപ്പെട്ട ഒരു കണക്കിന്. ഒരു പക്ഷേ ഈ ഒരു ഇന്നിപ്പോൾ അയാള് എഞ്ചിനീയറിംഗ് കോളേജിലെ M.Tech, അന്ന് B.Tech കഴിഞ്ഞിട്ടേ ഉള്ളൂ, എഞ്ചിനീയറിംഗ് കോളേജിലെ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായി. ഒരു പക്ഷേ ആ മരണത്തിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിച്ചത് ഇതാകാം. ഞാൻ ഈ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ മോന് ഒരു ആയുർവേദ ഡോക്ടറാണ്. മനസ്സിലായില്ലേ. അപ്പം ഈ സ്വാമിയുമായിട്ടുള്ള ബന്ധത്തിലുള്ള കണക്ഷൻ കൊണ്ടാണെന്ന് ഞാൻ അത്രങ്ങ് വിശ്വസിക്കുമല്ല. പക്ഷേ എൻ്റെ വൈഫൊക്കെ പറയുന്ന ഒരു പക്ഷേ അതായിരിക്കും. ഇവൻ ഇൻ്റർവ്യൂവിന് ചെന്നിടത്ത് ആദ്യം ഇവനോട് ചോദിക്കുന്നത് പത്തനംതിട്ടയാണെന്ന് പറഞ്ഞപ്പം പുലിപ്പാറമലയാണോ അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. പുലിപ്പാറമല എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞ അറിയാം. എങ്ങനെ അറിയാം എന്നുള്ള ചോദ്യം. അപ്പം അവൻ പറഞ്ഞ എൻ്റെ അച്ഛൻ ഈ പുലിപ്പാറമലയിലൊക്കെ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നമ്മുടെ അച്ഛൻ്റെ വീട് ഓമല്ലൂരാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ പോയിട്ടുണ്ട്. ഈ ആശ്രമമൊക്കെ ഉള്ളതൊക്കെ അറിയാം. അച്ഛൻ പറഞ്ഞ സ്വാമിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കൂടുതൽ ഇൻ്റർവ്യൂകളൊന്നും ഇല്ലാതെ തന്നെ ഇവൻ അവിടുത്തെ ഡോക്ടറായിട്ട് ജോയിൻ ചെയ്തു. എന്നിട്ട് അവരോട് പറഞ്ഞു വരുന്നതിന് മുമ്പ് പോയി അവിടെ ഒന്ന് തൊഴുതേക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ്റെ കഴുത്തിലൊരു രുദ്രാക്ഷമുണ്ട്. അത് സ്വാമിയുടെ അവിടെ നിന്ന് കിട്ടിയ രുദ്രാക്ഷമാണ്. ഞാൻ വെള്ളി കെട്ടി അവന് കഴുത്തിലിട്ട് കൊടുത്തേക്കുന്നു. മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പക്ഷേ ആ ബന്ധമായിരിക്കാം ഈ ഒരു സ്ഥലത്ത് അവൻ എത്താനും ജോലി കിട്ടാനും കാരണം. മനസ്സിലായില്ലേ. അപ്പോൾ അതൊക്കെ ചില നിമിത്തങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ യാദൃശ്യമായിട്ട് എന്നോട് ഇത് സംസാരിക്കാൻ ഓമല്ലൂർ എത്രയോ പേരുണ്ട്. നമ്മൾ ആൾക്കാർ ഈ എന്നെ തന്നെ അതിന് നിയോഗിച്ചത് ഒരുപക്ഷെ സ്വാമിയുടെ തീരുമാനമാകാം. അല്ല, ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും ഓരോ രൂപത്തിലാണ് സ്വാമിയുടെ ഒരു പ്രത്യേകതയായിരുന്നത്. ഇപ്പൊ നമ്മൾ കോട്ടയത്ത് ആനന്ദമന്ദിര ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ ഫോട്ടോ അറിയാമോ? ആനന്ദമന്ദിര ഹോട്ടലിൽ പോയിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ പഴയ വെജിറ്റേറിയൻ ഹോട്ടൽ, ഇപ്പോഴും അത് വലിയത് തന്നെ. മനസ്സിലായില്ലേ. അവിടുത്തെ ഹോട്ടലിൽ കാഷ് കൗണ്ടറിന്റെ മേളിൽ വെച്ചിരുന്ന ഏറ്റവും വലിയ ഫോട്ടോ ഈ സ്വാമിയുടെ. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ ഈ മിൽമയുടെ ഒരു കൊച്ചു ബൂത്തുണ്ട്. കൊഴുക്കട്ടയും ഈ കാപ്പിയും കൊടുക്കുന്ന ഒരു ബൂത്തുണ്ട്. ആ ബൂത്തിന്റെ പുറകിലോട്ട് നോക്കിയാൽ കാണാൻ ഒരു കൊച്ചു ഫോട്ടോ വെച്ച് പൂമാലയെല്ലാം നിറച്ച് വെച്ചാണ്. മനസ്സിലായില്ലേ. അതുപോലെ ചങ്ങനാശ്ശേരി ഗൗരി NSSന്റെ മുന്നിലൊരു വെജിറ്റേറിയൻ, ഇപ്പം അത് ക്ലോസ് ആയി കേട്ടോ, അവര് വിജയാനന്ദ ഹോട്ടൽ. ആ ഹോട്ടലിൽ ചെന്നാലും ഈ സ്വാമിയുടെ വലിയ ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ പോകുന്ന പല സ്ഥലത്തും ഇദ്ദേഹത്തിനെ കാണുന്നുണ്ട്. പക്ഷേ ഒരേ സമയത്ത് പലയിടത്ത് കണ്ടതായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കോട്ടയത്ത് സ്വാമി നിൽക്കുന്ന കണ്ട ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ ഓമല്ലൂർ വെച്ച് കണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊന്നും എനിക്കങ്ങനെ അനുഭവമില്ല. പക്ഷെ ആൾക്കാർ പറഞ്ഞുള്ള ഇതേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ പലയിടത്ത് ഞാൻ കേട്ട മറ്റൊരു കഥ എന്ന് പറഞ്ഞാൽ സ്വാമിജി സമാധി ആയതിനു ശേഷം ഏകദേശം ഒരു 15-20 വർഷത്തിന് ശേഷം കന്യാകുമാരിയിൽ മറ്റൊരു സ്വാമി സമാധിയായി. ആ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ഫോട്ടോ പബ്ലിഷ് ചെയ്തപ്പോൾ ഈ സ്വാമി അല്ല എന്നുള്ളത് അത് തന്നെയാണ്. അത് അതായത് രണ്ടും ഒരു സ്വാമിയാണോ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞേ. ഇദ്ദേഹത്തിന്റെ ഉത്തമ ശിഷ്യന്മാർക്ക് ഈ സ്വാമിയുടെ അതേ മുഖഭാഗവും വരെ വരുന്നുണ്ട്. ഈ പഴനിസ്ഥിതി എന്ന് പറഞ്ഞ് ഞാൻ ആ മാഗസീനിൽ കണ്ട ഫോട്ടോ ഈ സ്വാമിയുടെ മൂക്കും രൂപങ്ങൾ തന്നെ കാണുന്നത്. ഈ ജനാർദ്ദൻ നായർ ചേട്ടനുണ്ടല്ലോ, അദ്ദേഹം അധ്യാപകനായി റിട്ടയർ ചെയ്ത് വയസ്സായി. അദ്ദേഹം മരിക്കുന്ന സമയത്തും ഏതാണ്ട് ഈ സ്വാമിയുടെ അതേ ഒരു, പുള്ളി പണ്ടേ മീശയുള്ള ഒരു അധ്യാപകനാണ്. ഈ സ്വാമിയുടെ അതേ ഒരു മുഖഭാവമായിരുന്നു അദ്ദേഹത്തിന് കണ്ടു കഴിഞ്ഞാൽ. അദ്ദേഹമാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അദ്ദേഹം ആ ഓമല്ലൂർ കൊണ്ടുവന്നത്, ആ സ്വാമിയെ കൂട്ടിക്കൊണ്ടുവന്നതും. അന്ന് അവിടെ ഇപ്പൊ ഒരു ആ സമയത്ത് ഒരു ചെറുമകനാണോ ഇപ്പൊ ആശ്രമം നടത്തുന്നത്? ചെറുമകനല്ല, മോള് ആണ് ശരിക്കും. മറ്റേ കുടുംബ വീട്ടിലുണ്ടായിരുന്ന അനന്തരത്തിമാരാണല്ലോ ജനാർദ്ദൻ സാറിന്റെ. അവരാണ് ഇപ്പൊ ട്രസ്റ്റൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. 4-5 പേരുണ്ട് അവർ. ഒരാൾ ഓച്ചിറ മഠത്തിൽ ഹൈസ്കൂളിന്റെ അവരുടെയാണത് ഹൈസ്കൂള്. ഒരാള് കണ്ണൂരാണ്.
ഒരാള് ഈ ഓച്ചറയ്ക്ക് അടുത്ത് കായംകുളത്ത് തന്നെ ഓച്ചറ ഇദ്ദേഹത്തെ പറ്റി നമ്മൾ കേൾക്കുന്നത് ഭയങ്കര ഇപ്പൊ ചില ഇതിനെ വിമർശിക്കുന്ന പ്രേക്ഷകർ ഒരു പക്ഷെ ഉണ്ടായിരിക്കാം, തീർച്ചയായിട്ടും തെറി പറയുന്നവർ കാണും, തെറി പറയുന്നവരുണ്ടാവാം. ചിലപ്പോൾ ഇത് പറയുമ്പോൾ ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെന്ന് പറയുന്നവരുണ്ടാവും. ഉണ്ടാവും. ഓച്ചിറ പരബ്രഹ്മം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ മറ്റൊരു സമാധിയാണെന്ന് പറയുന്നുണ്ട്. ഓച്ചറയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് ഈ മനുഷ്യൻ. ഈവൻ ആദിശങ്കരന്റെ പോലും പരമ്പരയിൽ വരുന്ന ആളായിട്ടാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരുവായിരുന്നു. അങ്ങനെ അല്ല ഈ ഒരു ശരീരത്തിൽ നിന്ന് വേറെ ശരീരത്തിൽ പ്രവേശിക്കുന്നുണ്ട്, ഇതെല്ലാം സംഭവിക്കാം. ഈ പരകായ പ്രവേശം നമ്മളെല്ലാരും കേട്ടിട്ടുള്ളതാണ്. അത് ഇപ്പൊ ഇന്ന് സയന്റിഫിക്കലി അത് പ്രൂവ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഉണ്ടായിട്ടുണ്ടാകാം. ഈ 700 വയസ്സ് അല്ലെങ്കിൽ അത്രയും 726 അല്ല, അങ്ങനെ ഇത്ര പ്രായ അല്ലെങ്കിൽ ഈ പഴയ എക്സ്പീരിയൻസ് വല്ലതും പറഞ്ഞിട്ടുണ്ടോ സ്വാമി? അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ ഈ യോഗികളുടെ അങ്ങനെ ആണല്ലോ, ഒരു വലിയ കഥ പറച്ചിലൊന്നും കൂടത്തില്ല, അങ്ങനൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഇദ്ദേഹം ഒരു ബ്രാഹ്മണ പരമ്പരയിൽ നിന്ന് വന്ന പാലക്കാട് അച്ഛൻ്റെയും അമ്മയുടെയും പേരൊക്കെ അങ്ങനെ ബ്രാഹ്മണരാണ്, മനസ്സിലായില്ലേ. അത് യോഗിയാവാൻ ചെറുപ്രായത്തിലെ തീരുമാനമെടുത്ത് വിവേകാനന്ദനെ പോലെ വീട് വിട്ടിറങ്ങി പോയ ആളാണ്. ആഴ്വാഞ്ചേരി മനയിലെയാണ് ഈ ശരിക്കും അമ്മ. അച്ഛന് അല്ല, ഇദ്ദേഹം അകൂർ മന ആയിട്ട് ബന്ധപ്പെട്ട അകൂർ. അത് അവര് ആ മനയെ കുറിച്ച് ബുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരിക്കൽ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴേ ഗുരുവായൂരെ മേശാന്തി ഇരുന്ന് ഈ ബുക്ക് വായിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ അകൂർ മനയെ കുറിച്ചുള്ള ചരിത്രമാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ഇങ്ങനെ എന്തുവാ ഈ ബുക്ക് എന്താ പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഗുരു ഇങ്ങനെ ഒത്തിരി സന്യാസി പരമ്പരയുള്ള അദ്ദേഹത്തിന്റെ ഒരു അമ്മാവൻ വലിയ സിദ്ധനായിരുന്നാണ് ഞാൻ കേട്ടത്, ഈ സ്വാമിയുടെ. അപ്പൊ ആ പരമ്പരയിൽ ഇങ്ങനെ ഉണ്ട്, ആൾക്കാരുണ്ട്. അങ്ങനെ വലിയ ഒരു സിദ്ധൻ തന്നെ ആയിരുന്നു. പക്ഷെ അവര് ഈ പുറം ലോകത്തിനെ അറിയിക്കാനുള്ള മൂഡിലുള്ള സ്വാമി അല്ല. അദ്ദേഹത്തിന്റെ കഴിവുകളുണ്ട്. അദ്ദേഹമായിട്ട് അടുത്തിടപെട്ടവർക്കൊക്കെ അത് എന്തെങ്കിലും തരത്തിൽ അദ്ദേഹം ഫീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് നിലനിൽക്കുന്നത്. അല്ലേ, ആ ഒരു സമയത്തല്ലേ കാണും, മനസ്സിലായി. എനിവേ അതൊരു നല്ല ഇതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും പ്രഭാകര സിദ്ധികളെ പറ്റി ഒരു ചെയ്യണമെന്ന് പിന്നെ വലിയ ആഗ്രഹമായിരുന്നു. യാദൃശ്യമായിട്ടാണെങ്കിലും കണ്ടുമുട്ടാൻ പറ്റും. അല്ല, അനുഭവ സാക്ഷ്യം പറയാൻ കഴിഞ്ഞത് അങ്ങനെയൊക്കെയാണ്. ഒരു പക്ഷേ ഈ എപ്പിസോഡ് ഒരുപാട് പ്രകീർത്തിക്കപ്പെട്ടേക്കാം, ഒരുപാട് വിമർശിക്കപ്പെട്ടേക്കാം. പക്ഷേ അറിയേണ്ടവരറിയണം. അറിയേണ്ടവരറിയണവും. അത് ചെറിയ ചില അനുഭവങ്ങൾ എനിക്കുമുണ്ട്. ഞാനത് പക്ഷെ ഇപ്പം എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് അല്ല, എല്ലാവരും അദ്ദേഹമായിട്ട് അടുത്ത് നിൽക്കുന്നവർക്കെല്ലാം എന്തെങ്കിലും ഒന്ന് പറയാനുണ്ട്, അതെനിക്കറിയാം. അതായത് ഞാൻ അദ്ദേഹത്തിന്റെ സമാധിയിൽ പോയതിന്റെ പിറ്റേ ദിവസം മുതൽ പല സ്ഥലത്തു നിന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാർ എന്നെ വിളിക്കാൻ തുടങ്ങി എന്നുള്ളൊരു അത്ഭുതം എനിക്കുണ്ടായി. അതൊരു വലിയ അത്ഭുതമാണ്. അതാണ് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്. അതൊരു പക്ഷേ അതിനെ ഒരു റിലീജിയസ് ആയി ഒക്കെ കാണാതെ ഒരു സ്പിരിച്വൽ തലത്തിൽ കാണേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത് ഈ മീഡിയാസ് ഇല്ലാത്ത കാലത്ത് ഇത്രയും സ്ഥലങ്ങളിൽ ഈ മനുഷ്യൻ എങ്ങനെ അറിയപ്പെട്ടു. അതെ. പാലക്കാടുണ്ട്, തമിഴ്നാട്ടിൽ ശിഷ്യന്മാരുണ്ട്. ഈ കാൽനടയായിട്ട് മാത്രം പോകുന്ന ഒരു മനുഷ്യനെ എങ്ങനെ ഇത് ഇത്രയും സ്ഥലങ്ങളിൽ എത്തി എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം. എവിടെ ചെന്നാലും സ്വാമി അറിയാവുന്ന ആൾക്കാരുണ്ട്. അതെ, എന്തായാലും അദ്ദേഹം ടൈമിനും സ്പേസിനും അപ്പുറത്തേക്ക് ജീവിച്ചിരുന്ന തീർച്ചയായിട്ടും ഒരു മഹാത്മാവായിരുന്നു. എന്തായാലും ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിൽ നന്ദിയുണ്ട്. അതെ, അത് പറയാനുള്ള അനുഭവം എനിക്ക് കിട്ടിയതിലും വളരെ സന്തോഷം. താങ്ക് യു. ദിസ് വീഡിയോ ഈസ് പവർഡ് ബൈ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി.